നമ്മൾ തിരുവനന്തപുരത്തേക്കാണ്. അവിടെ നമ്മുടെ പ്രശാന്ത് ശങ്കരമംഗലത്തിനൊപ്പം കഴക്കൂട്ടം NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ ജനം ടിവിയോട് പ്രതികരിക്കാനായി തയ്യാറായി നിൽക്കുന്നു. തത്സമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മളോടൊപ്പമുള്ളത് കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി വി മുരളീധരനാണ്. എല്ലാ ഘടകങ്ങളും അനുകൂലമായി വന്നിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് വിലയിരുത്താൻ സാധിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷവും പോളിംഗിന് ശേഷവും അതേ ഒരു അഭിപ്രായമാണ് പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ വന്നിട്ടുള്ളത്. ബാക്കി സസ്പെൻസ് നാളെ വോട്ടെണ്ണലിലൂടെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വരുമ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ്, ഇന്ത്യക്ക് കേരളത്തിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ഈ സർവേകളെല്ലാം പറയുന്നത്. 10 മുതൽ 12 വരെ സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. അതിൽ കഴക്കൂട്ടവും ഉൾപ്പെടുന്നുണ്ട്. അല്ല, എക്സിറ്റ് പോൾ ഫലങ്ങളെ സംബന്ധിച്ച് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന പ്രക്രിയ തന്നെ നമ്മുടെ രാജ്യത്ത് വളരെ വളരെ ശൈശവാവസ്ഥയിലാണ്. കാരണം ഭാരതത്തിൻ്റെ സാമൂഹ്യ ഘടനയെ മനസ്സിലാക്കിക്കൊണ്ട് എക്സിറ്റ് പോൾ നടത്താനുള്ള ഒരു ശാസ്ത്രീയ സംവിധാനം അത് നടത്തുന്ന ഏജൻസികൾ വികസിപ്പിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് എക്സിറ്റ് പോളിനെ കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് തന്നെ ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, വികസനങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മണ്ഡലം ഒന്നാകെ അതൊരു ചർച്ചയായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തെ പിണറായി ഭരണം, പ്രത്യേകിച്ച് കഴക്കൂട്ടം സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു സബർബൻ ടൗൺ പോലെയൊക്കെ വരേണ്ട സ്ഥലമാണ്. എന്നാൽ വേണ്ടത്ര വികസനം അവിടെ ഉണ്ടായിട്ടില്ല. കഴക്കൂട്ടത്തിന് തന്നെ റൂറൽ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും വികസനമില്ല. ആ ഒരു അവസ്ഥയല്ലായിരുന്നു. കുടിവെള്ളം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ മണ്ഡലം അനുഭവിക്കുന്ന ഗുരുതരമായിട്ടുള്ള വികസന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അക്കാര്യത്തിൽ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം, ആ സന്ദേശമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശക്തമായൊരു മത്സരം തന്നെയായിരുന്നു ഈ മണ്ഡലത്തിൽ നടന്നത്. തീർച്ചയായിട്ടും നല്ല ശക്തമായിട്ടുള്ള മത്സരം. എങ്ങനെ നാളത്തെ ഒരു ദിവസത്തെ നോക്കിക്കാണുന്നത്? അല്ല, സ്വാഭാവികമായും വളരെ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. നിയമസഭയിലേക്ക് എത്തും അല്ല, അതാണല്ലോ നാളെ കൗണ്ടിങ് കഴിയുമ്പോൾ അറിയാം. പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ നമ്മോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് വേണ്ടി, നാളെ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഫലപ്രഖ്യാപനം എത്തുന്നതോടുകൂടി തന്നെ, രാവിലെയോടുകൂടി തന്നെ ഫലപ്രഖ്യാപനം അറിയാൻ കഴിയും. അതോടുകൂടി തന്നെ ഈ വിജയത്തിൻ്റെ ഭാഗമാകാൻ കഴിയും, ഈ നിയമസഭയിലേക്ക് എത്തുവാൻ കഴിയും എന്നൊക്കെയുള്ള ആത്മവിശ്വാസമാണ് വി മുരളീധരൻ ജനം TVയോട് പങ്കുവയ്ക്കുന്നത്. പ്രശാന്ത്, എന്തായാലും പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയായിരുന്നു കഴക്കൂട്ടം NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ.